സീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടികൾ വെക്കാനുള്ള സ്റ്റാൻഡിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് എൻ്റെ ഗാർഡൻ ടൂറിൽ നിന്ന് കാണിക്കാം. മുറ്റത്തെ പെയിൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് ഷോർട്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. വിശദമായിട്ട് പിന്നീടൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ ഇട്ടത്. അങ്ങനെ നമ്മുടെ മുറ്റത്തിൻ്റെ പെയിൻറ്റിങ്ങും മതിലിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഗാർഡൻ ടൂർ കാണിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഗാർഡൻ ടൂർ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. വലിയൊരു ഗാർഡനൊന്നും എനിക്കില്ല കേട്ടോ. ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് എൻ്റെ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. ഇൻഡോർ പ്ലാന്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്, കൂടുതൽ വെയിൽ കൊള്ളാൻ പാടില്ലാത്തത്. അങ്ങനെ നമ്മൾ ഇതുപോലെ ഈ ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ കുറഞ്ഞൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ അവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റുകൾ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുമ്പ് വരാന്തയിൽ വെച്ച വാട്ടർ പോണ്ട് ഈ ഒരു ഭാഗത്താണിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് തന്നെ വീടിൻ്റെ മുൻഭാഗത്തുള്ള കുറച്ച് ചെടികളൊക്കെ ഇപ്പോൾ പോർച്ചിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ചെടികൾ നശിച്ചു പോകാൻ തുടങ്ങുന്നു, അത്രയും നല്ല ചൂടാണല്ലോ ഇപ്പോൾ. പിന്നീടുള്ളത് ഈ ഒരു ഭാഗമാണ്. ലോണ് പിടിപ്പിച്ച് അതിന് മധ്യഭാഗത്തൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത ചെടികളെല്ലാം നന്നായി വെയിൽ കൊള്ളേണ്ടുന്ന ക്രോട്ടൺ പ്ലാന്റുകളാണ്. അത് വെയിൽ കൊള്ളുന്ന അത്രയും അത് ഭംഗി കൂടി വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് തെച്ചിയും, അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് മാൻഡവില്ല. ഇത് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സെറ്റ് ചെയ്ത ചെടികൾ ഇതുപോലെയാണ് കാണുന്നത് കേട്ടോ. ഇനിയുള്ളത് വലതുഭാഗത്തെ മുറ്റത്തെ കാഴ്ചകളാണ്. ഇതുപോലെ മതിൽ കെട്ടിയ ഭാഗത്തുള്ള തറയിലാണ് ഇവിടെ ചട്ടികൾ മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പോട്ടുകളിൽ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ലവണ്ണം വെയിൽ കൊള്ളേണ്ടുന്ന ചെടികൾ തന്നെയാണ്. യുജീനിയ, ഫിലോഡെൻഡ്രോണ്, ബിഗോണിയ, പെൻഡാനസ്, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ചെടികളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മുറ്റത്തിൻ്റെ കോർണറിലായിട്ട് ഞാനിതുപോലെ ഒരു നമ്മളെ ഗപ്പി വളർത്തുന്ന ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പാം നട്ടിട്ടുണ്ട് ഇവിടെ. പിന്നീട് റോസ, അതുപോലെ സാൽവിയ, അങ്ങനെയുള്ള പ്ലാന്റുകളും ഈ ഒരു ഭാഗത്താണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ ഭാഗത്തായിട്ട് കുറച്ച് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റോസാപ്പൂക്കളും അതുപോലെ നമ്മുടെ കൊങ്ങിണി ചെടിയും പിന്നെ ഈ ഒരു നല്ല പൂ തരുന്ന ചെടിയും 10 മണിച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ നല്ല പൂക്കൾ തരുന്ന ബൊഗൈൻവില്ലയൊക്കെ ഈ ഒരു ഭാഗത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഈ കുഞ്ഞു റോസാപ്പൂക്കൾ, അതുപോലെ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് കളറുകൾ വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തി പൂക്കളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഓറഞ്ച് കളറ് ചെമ്പരത്തിയാണിത്. ഈ ചെമ്പരത്തിയൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് റെഡി ആക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. വെയിൽ കൊണ്ടാലും പ്രോബ്ലം ഇല്ലാത്ത നന്നായി പൂക്കൾ തരുന്ന ഒട്ടുമിക്ക ചെടികളും ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യുജീനിയ പ്ലാന്റൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. വലിയൊരു വീതിയില്ലാത്ത മുറ്റമാണ് ഈ ഭാഗത്തുള്ളത്. പെൻഡാനസ് ചെടിയും കോഡിലൻ ഫ്രൂട്ടിക്കോസ ചെടിയൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ കോളിയോസ് പ്ലാന്റുകളാണ് ഒരേ വലിപ്പത്തിൽ നട്ട് വളർത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ മറുഭാഗത്ത് നിന്ന് നോക്കിയാൽ ഈ ഒരു വ്യൂ ആണ് കേട്ടോ കിട്ടുക. പിന്നെ ഇത് ഒരു ഫിഷ് ടാങ്കാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റിയ ഫിഷിനെ വളർത്തുന്ന ഫിഷ് ടാങ്കാണ്. അത് കഴിഞ്ഞ് ഈ ഒരു മൂലയിൽ ഞാനൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ മുമ്പ് ഞാൻ ഉണ്ടാക്കിയ മരത്തിൻ്റെ സ്റ്റാൻഡിൽ ഇതുപോലെ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ അലോക്കേഷ്യ പ്ലാന്റുകളും അതുപോലെ കലാത്തിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ പ്രാവിൻ്റെ കൂടുണ്ട്.
ഇങ്ങനെ ഈ ഭാഗം മൊത്തം പ്ലാന്റുകളാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ഒരു ചട്ടികളൊക്കെ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള സ്റ്റാൻഡുകളൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പ്ലാന്റുകൾ. ഇനി ഹാങ്ങിങ് പ്ലാന്റും മറ്റുമൊക്കെ ഞാൻ പിന്നീട് നല്ലതായിട്ട് ഒരു വീഡിയോ ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തൽക്കാലത്തേക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ടേൺ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് തക്കതായൊരു കാരണം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. പേഴ്സണലായിട്ട് എനിക്ക് വീഡിയോയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ എന്നോട് കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക. ഓൺലൈനായി പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെ വീഡിയോ കണ്ടു നിന്ന എൻ്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.